ശബരിമല വിഷയത്തിൽ യു.ഡി.എഫ് നേതാക്കളെയും ബി.ജെ.പിയെയും പൂർണ്ണമായി തള്ളി ശശി തരൂർ. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കരുതെന്ന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തിൽ ഏറെ സന്തോഷമുണ്ട്. ശബരിമല രാഷ്ട്രീയ വിഷയമല്ല, ഭരണഘടനാ പ്രശ്നവും വിശ്വാസത്തിന്റെ വിഷയമാണ്. ശബരിമല വിഷയം തെരുവിലേക്ക് വലിച്ചിഴച്ച ഏക പാർട്ടി ബി.ജെ.പിയാണെന്നും തരൂർ കുറ്റപ്പെടുത്തി. ശബരിമലയെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റുകയായിരുന്നു ബി.ജെ.പി. കോടതി വഴിയോ പാർലമെന്റ് പാസാക്കുന്ന നിയമം വഴിയോ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള ബി.ജെ.പി ആ വഴിക്ക് ഒരു ശ്രമവും നടത്തിയില്ലെന്നും തരൂർ പറഞ്ഞു. I welcome this decision by the Election Commission. I think it's absolutely the right interpretation. We have always argued that Sabarimala is either a constitutional issue or a religious issue. It is not a political issue. The only party that has blatantly politicized Sabarimala is the BJP. As far as we are concerned, we said that whatever our views may be on the issue, we must pursue it constitutionally. We have supported review petitions before the Supreme Court. A Supreme Court judgment can only be changed in two ways: by the Supreme Court itself changing its judicial decision, or by a law being passed by Parliament. BJP, which has a majority in the Lok Sabha, never bothered to introduce any such law, never brought in an ordinance, which shows you the insincerity of their position. They had no desire to solve the problem, they wanted to exploit the problem. So bedlam in the streets, television coverage 24/7 gave them political mileage. The president of the party in Kerala said that for them this is a golden opportunity. That's how they've seen the issue. They have not seen it at all as either a constitutional issue or a religious question of faith. They have chosen to exploit it politically, and I'm very glad that the Election Commission has said you can't play politics with faith. In any case, I would love to have seen on what basis they could have asked for support on Sabarimala for an election, because an election is to come to power, but when they had power they did nothing to solve the problem. So what could they have solved? What could they have done if they came to power again? ഇതേ വിഷയത്തിൽ ഇന്നലെ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇവിടെ രാമജന്മക്ഷേത്രവും രാമജന്മഭൂമിയും ചർച്ചാ വിഷയമാക്കി മാറ്റിയാണ് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ സിനാറിയോ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമായിരിക്കെ കേരളത്തിലെ ശബരിമല വിഷയം സംസാരിക്കാൻ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് തികച്ചും അന്യായമാണ്. അങ്ങനെ പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ടോ എന്ന കാര്യത്തിലും സംശയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ പുറത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നിയമാനുസൃതമായ നടപടിക്ക് യു.ഡി.എഫ് സംവിധാനം കേരളത്തിൽ കോടതിയെ സമീപിക്കേണ്ടി വരും എന്നതാണ് ഞങ്ങൾ എടുത്ത തീരുമാനം. തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നായിരുന്നു ചെന്നിത്തല പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു റൂളിലും ഞാനിത് കണ്ടിട്ടില്ല. ശബരിമല വിഷയം സ്വാഭാവികമായും കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നൊരു കാര്യമാണ്. മതപരമായ മതധ്രുവീകരണം ഉണ്ടാക്കാനോ മതവിദ്വേഷം ഉണ്ടാക്കാനോ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്നാണ് സാധാരണ തെരഞ്ഞെടുപ്പ് ചട്ടത്തിലുള്ളത്. ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. അതൊരു ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ കെ.പി.സി.സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല അടക്കം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് തരൂർ തെരഞ്ഞെടുപ്പ് ഓഫീസറെ പൂർണ്ണമായും പിന്തുണച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, ഇതുവരെയുള്ള നേതാക്കളുടെ പ്രസ്താവനയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രതികരണം ശശി തരൂരിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അശ്വതി, ഈ വിഷയം സംബന്ധിച്ച് കോൺഗ്രസ് വ്യക്തമായ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷും മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റായ കെ സുധാകരനും പറഞ്ഞത് ഏകദേശം സമാനമായ അഭിപ്രായമാണ്. ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടോ? ഇത് സ്വാഭാവികമായും വരുന്ന ഒരു വിഷയമാണ്. ഈ സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ഒരു സംശയമാണ് പ്രകടിപ്പിച്ചത്. എന്നാൽ ഇതിനിടയിൽ ശശി തരൂർ വ്യക്തമായി പറയുന്നത് ഇത്തരം ഒരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്ന്. പക്ഷെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും പറഞ്ഞത് ശബരിമല വിഷയത്തെ വർഗീയമായി ഉപയോഗിക്കുന്നതിന്, അതിനെ മതപരമായ വിഷയങ്ങളും വർഗീയമായി ഉപയോഗിക്കുന്നതിന് അനുവദിക്കില്ല എന്നുള്ളതാണ്. ശബരിമല വിഷയം പറയുക ചെയ്യരുത് എന്നൊരു നിലപാടല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ പറഞ്ഞത്.
ഇതിനെ ഇന്ന് രമേശ് ചെന്നിത്തലയും പ്രധാനമായി അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെയാണ് ഒരു വിഷയത്തെ വർഗീയമായി ഉപയോഗിക്കുന്നതിന്, ശബരിമല എന്നല്ല ഒരു വിഷയവും വർഗീയമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് അതിന് നിരോധനമുണ്ട്, അതിന് തടസ്സമുണ്ട്. എന്നാൽ ഈ ശബരിമല വിഷയമേ പറയരുത് എന്ന രീതിയിലേക്ക് പറയുന്നത് ശരിയല്ല. അത്തരത്തിലേക്ക് ഒരു ചട്ടം ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഇത് പറയുന്നില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ശശി തരൂർ മറിച്ച് പറയാൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനാണ് എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത്. വരുന്ന കുമ്മനം രാജശേഖരൻ ശബരിമല വിഷയത്തിൽ ശക്തമായ നിലപാടുള്ള ഒരു നേതാവാണ്. അല്ലെങ്കിൽ ആ ഒരു തീവ്ര നിലപാടുകാർ അതിശക്തമായ രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരു നേതാവാണ്. സ്വാഭാവികമായും ശബരിമല വിഷയത്തെ വലിയൊരു ആളിക്കത്തുന്ന ഒരു വിഷയമാക്കി മാറ്റിയെടുക്കാൻ BJPയുടെയും കുമ്മനത്തിന്റെയും ഭാഗത്ത് ശ്രമമുണ്ടാവും. ഇതിന് ഒരു തടയിടാൻ എന്ന നിലയിൽ കൂടിയാണ് ശശി തരൂർ പറയുന്നത്. അതോടൊപ്പം മറ്റൊന്നുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ശശി തരൂർ ഇതിന് കൂടെ ചേർത്ത് പറഞ്ഞ 2 വാചകങ്ങൾ, ഇതിൽ 2 തരത്തിലാണ് പരിഹാരമുള്ളത്. ഒന്ന്, കോടതിയിൽ നിന്ന് ഒരു പരിഹാരം കാണാൻ കഴിയണം, അതല്ലെങ്കിൽ ഒരു നിയമം നിർമ്മിക്കണമായിരുന്നു. ഈ നിയമം നിർമ്മിക്കാൻ തയ്യാറാവേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ആ നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല വിഷയത്തെ തെരുവിലിറക്കിയത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണെന്നും തെരുവിൽ സമരവുമായി നടന്നത് BJP ആണെന്നും ഉള്ള കുറ്റപ്പെടുത്തൽ കൂടി അദ്ദേഹം വെക്കുന്നുണ്ട്. മുൻപ് തന്നെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ അഭിപ്രായത്തിൽ ചില കോൺഗ്രസിന്റെ പല നേതാക്കളും ഉന്നയിച്ചതുപോലെ തീവ്രമായ ഒരു നിലപാടല്ല ശശി തരൂർ സ്വീകരിച്ചിരുന്നത്. വ്യത്യസ്തമായ ഒരു നിലപാടാണ്. തുടക്കത്തിൽ അല്പം അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും പിന്നീട് ആ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറിയെങ്കിൽ പോലും ഒരു തീവ്രമായ നിലപാട് അദ്ദേഹം ഒരിക്കൽ പോലും സ്വീകരിച്ചിരുന്നില്ല. അതിന്റെ ഒരു തുടർച്ച കൂടിയാണ് ശശി തരൂരിന്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കരുതെന്ന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന പ്രതികരണവുമായി ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് R. കിരൺ ബാബു തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. ഇപ്പോൾ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് ജോസ് കെ മാണി ബന്ധപ്പെടുകയുണ്ടായി. ഞാൻ ശ്രീമാൻ PJ ജോസുമായിട്ട് സംസാരിച്ചിരുന്നു. പ്രശ്നങ്ങളൊക്കെ തന്നെ രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. എനിക്ക് ഓർമ്മയെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ അത് ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ ഘടകകക്ഷി നേതാക്കന്മാരും കേരള കോൺഗ്രസുമായി നിരന്തര സമ്പർക്കത്തിലാണ്. പ്രശ്നങ്ങൾ വളരെ സന്തോഷകരമായ രൂപത്തിൽ പര്യവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് എനിക്കുള്ളത്. ഞാനത് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയില്ല. കാരണം വെച്ചാൽ അത് പിളർപ്പിലേക്കൊന്നും പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ നമ്മുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഒരു ഇടപെടൽ ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ നേരിട്ട് ഇടപെടും. അല്ലാതെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നേതൃത്വത്തിൽ ഇന്ന കാലത്ത് ബഹുമാനപ്പെട്ട ശ്രീ K. മാണി അവരോടും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ജോസ് K. മാണിയോടും ഞാൻ സംസാരിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാനിവിടെ വന്ന ശേഷം ശ്രീമാൻ PJ ജോസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ തന്നെ രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത്ര കാര്യങ്ങൾ എളുപ്പമല്ല അവിടെ പ്രശ്നങ്ങൾ. അതായത് ഒരു വശത്ത് KM മാണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, മറുവശത്താണെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ കിട്ടാത്തതിലുള്ള പരിഭവം മാത്രമല്ല, അത് സ്ഥാനാർത്ഥി അദ്ദേഹത്തെ ഒഴിവാക്കാൻ വളഞ്ഞ വഴി സ്വീകരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇതിനിടയിൽ ഒരു രമ്യമായ ഒരു പരിഹാരം എവിടെയാണ് കണ്ടെത്താൻ കഴിയുക? ദയവേത് നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നം സങ്കീർണമാക്കരുത്. ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ സമീപനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് കേരള കോൺഗ്രസ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. ആ കക്ഷിയുമായിട്ടുള്ള ബന്ധം അഭംഗുരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൂടെ സഹായസ്ഥാനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞാൻ അതേക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാൻ ഞാൻ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. കുറച്ചുകൂടി പഠിച്ച ശേഷം അതിൻ്റെ നിയമവശങ്ങൾ എന്താണെന്ന് ആലോചിച്ച ശേഷം മാത്രമേ എനിക്ക് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ത് പറഞ്ഞു? അല്ല, എനിക്കറിയില്ല. ഞാൻ പ്രതിപക്ഷ നേതാവുമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് ഞാനെടുത്ത സമീപനം തന്നെയാണ് എത്തിക്കുന്നത്. കോൺഗ്രസ് ഇതിൽ ഇടപെടണം എന്ന് തോന്നിയാൽ ഡെഫിനറ്റായിട്ട് കോൺഗ്രസ് ഇടപെടും. അതിനുള്ള ഒരു പ്രാരംഭ ചർച്ചകൾ ഞങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഘടകകക്ഷി നേതാക്കന്മാരും കേരള കോൺഗ്രസ് ഉന്നത നേതാക്കന്മാരുമായി ഇതിനകം ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് അന്തിമമായ തീരുമാനം? എന്നായിരിക്കും പട്ടിക? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. സ്ഥാനാർത്ഥി നിർണ്ണയം മിക്കവാറും ഈ വരുന്ന 15-ാം തീയതി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം പ്രാഥമികമായ ചർച്ചകളൊക്കെ തന്നെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. 15-ാം തീയതിയോട് കൂടിയിട്ട് വീണ്ടും സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഈ പ്രശ്നം വെച്ചുകൊണ്ട്, അതായത് ഞങ്ങളുടെ ലിസ്റ്റ് വെച്ചുകൊണ്ട് അതിന് അനുമതി തേടാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം നിരവധി സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രാദേശിക പാർട്ടിയല്ലല്ലോ കോൺഗ്രസ്, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ സംഘടന. അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. ആ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ അതിൽ അധ്യക്ഷത വഹിക്കേണ്ടതായിട്ടുണ്ട്.
അതുകൊണ്ടാണ് കാലതാമസം. ഞാനോ നിങ്ങളത് പറയരുത്. ഞാൻ ഇന്ന് പറഞ്ഞല്ല, ഈ തെരഞ്ഞെടുപ്പ് ആരെങ്കിലും എത്രയോ മുമ്പ് ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ പ്രഖ്യാപനം നടത്തിയതാണ്. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെയും അഖിലേന്ത്യാ കോൺഗ്രസ് പാർട്ടിയൊക്കെ തന്നെ ഞാൻ ഇത് അറിയിച്ചാണ്. അത്തരം ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി ഞാൻ ഏറ്റെടുത്തത്. ഇതൊരു വലിയ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഞാൻ KPCC അധ്യക്ഷനായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൺഫൈൻ ചെയ്യേണ്ട ആളല്ല ഞാൻ മനസ്സിലാക്കുന്നു. 20 നിയോജകമണ്ഡലത്തിലും എൻ്റെ സാന്നിധ്യം അനിവാര്യമാണ്. എല്ലായിടത്തും എനിക്ക് സഞ്ചരിക്കണം. ഈ തെരഞ്ഞെടുപ്പ് അത്രയും ശക്തമായൊരു പോരാട്ടമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ഉമ്മൻചാണ്ടിയുടെയും VM സുധീരൻ്റെയും കാര്യത്തിൽ ഇനി ആരാണ്? അവരും ഇതേ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങ് പറയുന്നത് ന്യായമെന്ന് മനസ്സിലാക്കാം, പക്ഷേ മറുവശത്ത് അവരുടെ നിലപാട് മറ്റൊരു തരത്തിലാണ്. അവരുടെ കാര്യത്തിൽ ഇനി ആരാണ് അന്തിമമായി തീരുമാനമെടുക്കുന്നത്? നിങ്ങൾക്കെല്ലാം 15-ാം തീയതി കാത്തിരിക്കുക, കാണാം. KC വേണുഗോപാലിന്റെ കാര്യത്തിൽ മണ്ഡലത്തിൽ ചുവരെഴുതി ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ഞാൻ അതേക്കുറിച്ച് മുൻവിധിയോടുകൂടി എന്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. ഓക്കെ, ഈ LDFന്റെ ലിസ്റ്റിലാണെങ്കിൽ 6 MLA-മാരാണുള്ളത്. UDFന്റെ കോൺഗ്രസിന്റെ ലിസ്റ്റിൽ അതുപോലെ പ്രതീക്ഷിക്കാം. എങ്ങനെ? LDFന്റെ ലിസ്റ്റിൽ 6 MLA-മാരാണ്. കോൺഗ്രസിന്റെ ലിസ്റ്റ് വരുമ്പോഴും അതുപോലെ പ്രതീക്ഷിക്കാം. എന്തൊരു ധാർമ്മികതയാണ് CPM-നുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ 2-3 MLA-മാരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ധാർമ്മികതയുടെ മുഖം പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനായിട്ട് ചന്ദ്രഹാസം അളിക്കിയത്. ആ പാർട്ടി 5-6 MLA-മാരെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നേതൃത്വ ദാരിദ്ര്യമായിരിക്കാം ആ പാർട്ടി. എല്ലാ രംഗത്തും ക്രൈസിസ് ഉണ്ട്. ഏറ്റവും വലിയ ക്രൈസിസ് ലീഡർഷിപ്പ് ക്രൈസിസാണ് പാർട്ടി അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കുപ്രസിദ്ധ കുറ്റവാളികളൊക്കെ തെരഞ്ഞെടുപ്പ് ഇറക്കിയിരിക്കുന്നത്. 2 കൊലപാതക കേസിൽ ബഹുജന മധ്യത്തിൽ മാത്രമല്ല കോടതിയുടെ മുമ്പാകെ പ്രതിയായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അവർ അവതരിപ്പിച്ചിരുന്നത്. അവർക്ക് സ്ഥാനാർത്ഥിയില്ല. ആ സ്ഥാനാർത്ഥിയായി തന്നെയാണ് പാർട്ടിയെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ പാർട്ടി നിങ്ങൾക്കറിയാമല്ലോ, കേവലം ഒരു പ്രാദേശിക പാർട്ടി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടി എന്ന അംഗീകാരം നഷ്ടപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ പലരും അഭ്യുദയകാംക്ഷികളാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേവലം ഒരു പ്രാദേശിക പാർട്ടി മാത്രമായിട്ട് കേരള സംസ്ഥാനത്ത് അത് ചുരുങ്ങുന്ന ഒരു പാർട്ടിയായിട്ട് മാറാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു. ഈ കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു സമ്മർദ്ദവും തനിക്ക് മേലുണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒപ്പം കേരള കോൺഗ്രസിൽ പിളർപ്പുണ്ടാകില്ല, പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു വാർത്തകളിലേക്ക് എത്താം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിൽ സമാപിച്ചു. രാഹുൽ ഗാന്ധി ഹർദിക് പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തി. അല്പസമയത്തിനകം നടക്കുന്ന പൊതുസമ്മേളനത്തെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഭിസംബോധന ചെയ്യും. വിവരങ്ങളുമായി M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിശദാംശങ്ങൾ. ഗുജറാത്തിൽ നടക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗമാണ് അവസാനിച്ചിരിക്കുന്നത്. പ്രവർത്തക സമിതിയിൽ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനുള്ള വിശദമായ ചർച്ചകളും അവലോകനങ്ങളുമാണ് നടന്നിരിക്കുന്നത്. പ്രധാനമായും തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളിലേക്ക് പ്രചാരണം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തന്ത്രങ്ങൾക്കാണ് കോൺഗ്രസ് രൂപം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, റഫാൽ അഴിമതിയും പ്രചാരണായുധമാക്കി ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ദേശീയതയെ ഉയർത്തിക്കൊണ്ടുള്ള BJPയുടെ പ്രചാരണത്തെ ചെറുക്കാൻ മറ്റ് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസ് രൂപം നൽകിയിരിക്കുന്ന തന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഒപ്പം വിവിധ മേഖലകൾക്ക് യുവാക്കളും കർഷകരും അടക്കമുള്ളവർക്ക് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തുന്ന കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് അംഗീകാരവും നൽകിയിട്ടുണ്ട് പ്രവർത്തക സമിതി യോഗത്തിൽ. ആ പ്രകടന പത്രിക വൈകാതെ തന്നെ പുറത്തിറക്കാനുള്ള ആലോചനകളാണ് കോൺഗ്രസിൽ നടക്കുന്നത്. ഏതായാലും ഇന്നത്തെ യോഗം ഗുജറാത്തിൽ നടത്തിയതിലൂടെ തന്നെ മോഡിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിൽ കരുത്തു തെളിയിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അതിന്റെ ഭാഗമായി വലിയ പൊതുസമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഒപ്പം ഗുജറാത്തിൽ നിന്നുള്ള പാട്ടീദാർ സമര നേതാവ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹാർദിക് പട്ടേൽ ജാംനഗർ മണ്ഡലത്തിൽ നിന്നായിരിക്കും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുക. അതോടൊപ്പം തന്നെ BSP കോൺഗ്രസിനെ വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. BSP അധ്യക്ഷ മായാവതി വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസുമായി ഒരു സംസ്ഥാനത്തും സഖ്യത്തിന് തയ്യാറല്ല എന്നുള്ളതാണ്. ഇതോടുകൂടി ഉത്തർപ്രദേശിലെ മഹാസഖ്യ സാധ്യത പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. കോൺഗ്രസിനെ സ്വന്തം നിലയ്ക്ക് തന്നെ മത്സരിക്കേണ്ടി വരും. M. ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിന് അനുമതിയില്ല. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് അനുമതി നിഷേധിച്ചത്. സ്ഥലത്തെത്തിയ SPG സംഘം സ്ഥിതി വിലയിരുത്തിയ ശേഷമാണ് തീരുമാനമെടുത്തത്. പുൽവാമയിൽ കൊല്ലപ്പെട്ട വസന്തകുമാറിന്റെ വീട് സന്ദർശിക്കാനായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്താനിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, വിവരങ്ങൾ. അശ്വതി, പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വസന്തകുമാറിന്റെ തൃക്കൈപ്പറ്റിലുള്ള വീട് സന്ദർശിക്കാനായിരുന്നു രാഹുൽ ഗാന്ധി 14-ന് എത്തേണ്ടത്. അതിനാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. SPG പ്രത്യേക യോഗം കൽപ്പറ്റയിൽ അല്പസമയം മുമ്പ് ചേരുകയും അനുമതി നൽകാനാവില്ല എന്ന് പറയുകയുമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മാവോയിസ്റ്റ് നേതാവായ CP ജലീൽ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും പ്രദേശത്ത് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നുവെന്ന കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SPG സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തത്. ഇതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ 14-ന്റെ സന്ദർശനം, വയനാട് സന്ദർശനം ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അശ്വതി, ശരി, വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. KC വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കില്ലെന്നാണ് വേണുഗോപാൽ പറഞ്ഞതെന്നും അതിനർത്ഥം എവിടെ നിന്നും മത്സരിക്കില്ലെന്നല്ലെന്നും മുല്ലപ്പള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ഞാൻ അതേക്കുറിച്ച് മുൻവിധിയോടുകൂടി എന്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരും തിരുവനന്തപുരത്തു നിന്നും. സജിത്ത്, മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകളിൽ എന്താണ് അർത്ഥമാക്കുന്നത്? KC വേണുഗോപാലിലേക്ക് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിത്വം എത്തുകയാണോ? സജിത്ത്, പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് KPCC പ്രസിഡന്റ് ഭാഗത്തുനിന്നുള്ളത്. കാരണം KC വേണുഗോപാൽ മത്സരിക്കാനില്ല എന്ന തരത്തിൽ നിലപാട് പ്രഖ്യാപിച്ചു എന്ന വിലയിരുത്തൽ വന്ന ശേഷമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിന്റെ കൂടുതൽ വ്യക്തതയുള്ള ഒരു പ്രസ്താവന വരുന്നത്. അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിൽ മത്സരിക്കാനില്ല എന്നാണ്. KC വേണുഗോപാൽ മത്സരിച്ചത് മറ്റു മണ്ഡലങ്ങളിലേക്ക് പേര് പരിഗണിക്കും എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവന. അതായത് പല പ്രധാന നേതാക്കളും മത്സരരംഗത്ത് നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ചോദിച്ചപ്പോഴാണ് ഈ തരത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ഈ തരത്തിൽ പ്രതികരിച്ചത്. വയനാട് മണ്ഡലത്തിലേക്ക് തന്നെ KC വേണുഗോപാലിനെ പരിഗണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ തരത്തിലാണ് കോൺഗ്രസിൽ ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും തർക്കങ്ങളില്ലാതെ ഇത് പൂർത്തീകരിക്കും. കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്, അതിന്റേതായ ചർച്ചകൾ നടക്കാനുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കുന്നത്. എന്തായാലും KC വേണുഗോപാൽ മത്സരരംഗത്തുണ്ടാവും എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാവുന്നത്. KC വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും മത്സരിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം എവിടെ നിന്നും മത്സരിക്കുന്നില്ല എന്നല്ല എന്നും മുല്ലപ്പള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. സജിത്തിലേക്ക് ഒരിക്കൽ കൂടി. സജിത്ത്, ഇത് അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ ഗൗരവതരമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. നിലവിലെ അവസ്ഥയിൽ KC വേണുഗോപാൽ മത്സരിക്കില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ ഏറെ നിർണായകമായ ഒരു പ്രസ്താവനയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് പല പ്രധാന നേതാക്കളും മത്സരരംഗത്ത് നിന്നും പിൻവാങ്ങുന്ന സാഹചര്യം, മത്സരിക്കാൻ സന്നദ്ധമല്ല എന്ന നിലപാട് അറിയിക്കുന്ന സാഹചര്യം, ഇത് പ്രതിസന്ധിയല്ലേ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ല എന്നതാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം സംസ്ഥാനത്ത് മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നില്ല എന്നല്ല അർത്ഥം എന്നതാണ് KPCC പ്രസിഡന്റ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത്. പക്ഷേ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുമോ, ആ മണ്ഡലം ഏത്, ഇക്കാര്യങ്ങളൊന്നും വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാൻ കഴിയുന്നത് വയനാട് മണ്ഡലം തന്നെയാണ് KC വേണുഗോപാലിന് വേണ്ടി ആ തരത്തിൽ ചർച്ചകൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി നാളെ വൈകിട്ടോടുകൂടി കേരളത്തിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനത്തിൽ 2 ദിവസങ്ങളിലായി ഇത് സംബന്ധിച്ച ചർച്ചകൾ കേരളത്തിൽ നടക്കും. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു കാര്യം കൂടി ആവർത്തിക്കുന്നു. അദ്ദേഹം മത്സരരംഗത്തില്ല. അത് പ്രധാന നേതാക്കൾ പലരും പിൻവാങ്ങുന്നതിൻ്റെ ഭാഗമായി അതിനെ കാണരുത്. മറിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊക്കെ വളരെ മുമ്പ് തന്നെ താൻ
മത്സരരംഗത്തുണ്ടാവില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് എന്ന ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ടാണ് മത്സരരംഗത്തില്ലാത്തതെന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ കാര്യവും VM സുധീറിൻ്റെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയാണ് മുല്ലപ്പള്ളി പറയുന്നത്. അതായത് ഇവർ രണ്ടുപേരുടെയും മത്സര രംഗത്തുണ്ടാവില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി അധ്യക്ഷനാണ്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി പറയുന്നത്. അതായത് ഉമ്മൻചാണ്ടിയും VM സുധീരനും KC വേണുഗോപാലും മത്സരിക്കുന്നില്ല എന്ന തരത്തിലേക്ക് വിധി എഴുതാൻ വരട്ടെ എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി പറയുന്നത്. ഇവർ മത്സരിക്കുമെന്ന സൂചന തന്നെയാണ് മുല്ലപ്പള്ളിയുടെ വാക്കുകളിലുള്ളത്. KC വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം മറ്റൊരിടത്തു നിന്നും അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നല്ല എന്ന് മുല്ലപ്പള്ളി ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒപ്പം അദ്ദേഹം മത്സരിക്കാനില്ല എന്ന കാര്യവും മുല്ലപ്പള്ളി ഇപ്പോൾ ആവർത്തിച്ചു. തനിക്ക് അക്കാര്യത്തിൽ യാതൊരുവിധ സമ്മർദ്ദവും പാർട്ടിയിൽ നിന്നുണ്ടാകില്ല എന്ന് ഉറപ്പു തരുന്നു എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് അല്പസമയം മുമ്പ് പറഞ്ഞു. ഇപ്പോൾ ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാൽ കൂടി ചേരുകയാണ് നമുക്കൊപ്പം. ശ്രീലാൽ, വളരെ നിർണായകമായ വാക്കുകളാണ് മുല്ലപ്പള്ളിയുടേത്. ഈ സമയത്ത് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക ആയിട്ടില്ല, സ്ഥാനാർത്ഥികൾ ആരാണെന്ന് കൃത്യമായി ഇതുവരെ നമുക്ക് അറിയാനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ KC വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല, ആലപ്പുഴയിൽ മത്സരിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? അശ്വതി, KC വേണുഗോപാലിന്റെ കാര്യത്തിൽ KPCC പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു പക്ഷേ തെറ്റിദ്ധാരണയുടെ പുറത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്ന ഒരു പിഴവോ ആകാൻ തന്നെയാണ് സാധ്യത. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ പ്രസ്താവന നടത്തിയതിനു ശേഷം അല്പം മുമ്പ് ഞാൻ KC വേണുഗോപാലുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ അഹമ്മദാബാദിലാണുള്ളത്. AICCയുടെ റാലി നടക്കുകയാണ് അവിടെ, പ്രവർത്തക സമിതിക്ക് ശേഷം ആ റാലിയിലാണുള്ളത്. അവിടെ ആ റാലിയിലുള്ള KC വേണുഗോപാലോട് സംസാരിക്കുമ്പോൾ KC വേണുഗോപാൽ വ്യക്തമാക്കുന്നത് മുല്ലപ്പള്ളി പറഞ്ഞതല്ല ശരി, താൻ AICC നൽകിയ അധിക ചുമതല കാരണം മത്സരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട്, മണ്ഡലത്തിൽ വന്നു നിന്ന് പ്രചാരണം നടത്താൻ സമയമില്ലാത്തത് കൊണ്ടാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതെന്നാണ്. അതോടൊപ്പം തന്നെ ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ചുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ പറയുന്നു. എന്തായാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് സംബന്ധിച്ച് ഒരു വ്യക്തത അദ്ദേഹം തന്നെ വരുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നലെയും മെനഞ്ഞാന്നാണ് KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. അത് KC വേണുഗോപാൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത് തനിക്ക് മണ്ഡലത്തിൽ നിന്ന് പ്രചാരണം നടത്തി മത്സരിക്കാനുള്ള സമയം ഇപ്പോഴില്ല. AICCയുടെ ചുമതല AICCയുടെ സംഘടന ഇതിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും എല്ലാ സ്ഥാനാർത്ഥികളുടെയും കാര്യങ്ങൾ കൂടി പരിഗണിച്ച് നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെത്താൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് ആണ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് അതല്ല, അദ്ദേഹം ആലപ്പുഴ നിന്നും, അങ്ങനെയാണെങ്കിൽ അതിന് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ആലപ്പുഴയിൽ മത്സരിക്കാൻ സമയമില്ലാത്ത KC വേണുഗോപാൽ എങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ വന്നു നിന്ന് പ്രചാരണം നടത്തി മത്സരിക്കാൻ കഴിയുമെന്നുള്ള ഒരു വ്യാഖ്യാനവും ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യം തീർച്ചയായും KC വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിച്ചാൽ ഒരു പരാജയ ഭീതി ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കും. എന്നാൽ KC വേണുഗോപാൽ പറയുന്നത് അങ്ങനെയല്ല, തനിക്ക് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രചാരണം നടത്താനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് മുഴുവൻ മാറി നിൽക്കുന്നു എന്നുള്ള സൂചനയാണ് KC വേണുഗോപാൽ നൽകുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീലാൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ KC വേണുഗോപാൽ പറയുന്നത് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത്. മുല്ലപ്പള്ളി പറഞ്ഞത് മറിച്ചാണ്. KC വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കില്ല എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ഞാൻ അതേക്കുറിച്ച് മുൻവിധിയോടുകൂടി എന്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. രണ്ട് വഴിക്കോ രണ്ടില. പാർട്ടി പിളർത്തി പിന്നെയും പുറത്തുപോകാനുള്ള നീക്കങ്ങളുമായി PJ ജോസഫ്. ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന് പ്രഖ്യാപിച്ച് KM മാണിക്ക് ഒപ്പമുള്ളവർ കോട്ടയത്ത് തോമസ് ചാഴിക്കാടനായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു. പാർട്ടി തീരുമാനം അന്തിമമാണെന്ന് മാണി വിഭാഗം നേതാക്കൾ പറയുമ്പോൾ ജോസ് കെ മാണി ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്നാണ് ജോസഫ് വിഭാഗം നേതാക്കളുടെ പ്രതികരണം. കേരള കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ മറ്റൊരു പിളർപ്പിനു കൂടി ഒരുങ്ങുന്നു എന്ന വികാരമാണ് പാലയിലെയും തൊടുപുഴയിലെയും നേതാക്കളുടെ വസതികളിൽ. ജോസഫിന് സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും മാണിയോടൊപ്പമുള്ള നേതാക്കൾ തയ്യാറല്ല.
തീരുമാനം അന്തിമമാണെന്ന സന്ദേശമാണ് ജോസ് കെ മാണി ഇന്നും നൽകിയത്. നമ്മുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. നിരാശയും ദേഷ്യവും മറച്ചുവെക്കാതെയാണ് ജോസഫിനൊപ്പമുള്ള നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചത്. പാർട്ടിയുടെ ഔദ്യോഗിക കമ്മിറ്റികൾ ജോസഫിനെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫിന് സീറ്റ് ലഭിക്കുക എന്നുള്ളത് ഒരു പൊതുവികാരമായി തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫിന് സീറ്റ് നിഷേധിക്കുന്ന വിധത്തിലാണ് വന്നത്. ജോസ് കെ മാണിക്കെതിരെ കടുത്ത വാക്കുകളുമായാണ് മുതിർന്ന നേതാവ് TU കുരുവിള മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിന് ഏകാധിപത്യമായി ഈ പാർട്ടിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. അദ്ദേഹത്തെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പോക്ക്. ജോസഫ് പാർട്ടി പിളർത്തുമെന്ന ഭീഷണിയുമായി നിൽക്കുമ്പോൾ തന്നെ തോമസ് ചാഴിക്കാടിനു വേണ്ടിയുള്ള പ്രചരണം കോട്ടയത്ത് മാണി വിഭാഗം നേതാക്കൾ തുടങ്ങിക്കഴിഞ്ഞു. ജോസഫിനെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയുടെ പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും രാജിവെക്കാനും ആരംഭിച്ചു. 30 വർഷം മുമ്പ് 1989 പുറപ്പുഴയിലെ ഈ വസതിയിലുണ്ടായിരുന്ന അതേ വികാരമാണ് ഇപ്പോഴും. സീറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മൂവാറ്റുപുഴയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനിറങ്ങിയ PJ ജോസഫ് പിന്നീട് ചെന്നെത്തിയത് ഇടതുമുന്നണിയിലാണ്. ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ് തൊടുപുഴയിൽ നിന്ന് ഉയരുന്ന ചോദ്യം. ക്യാമറമാൻ കണ്ണൻ P. പ്രസന്നനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18. തിരുവല്ലയിൽ വിദ്യാർത്ഥിനിയെ നടുറോഡിൽ കുത്തിവീഴ്ത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ആക്രമണം നടത്തിയ കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുതരാവസ്ഥയിലായ വിദ്യാർത്ഥിനിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രണയാഭ്യർത്ഥനയും വിവാഹാലോചനയും പെൺകുട്ടിയും കുടുംബവും എതിർത്തതാണ് ദാരുണ സംഭവത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. തിരുവല്ലയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ BSc വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ നടുറോഡിൽ കുത്തിവീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ തീകെടുത്തി പെൺകുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമി കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സഹപാഠിയായിരുന്ന പെൺകുട്ടിയോട് അജിൻ പലതവണ പ്രണയാഭ്യർത്ഥന നടത്തിയെങ്കിലും പെൺകുട്ടി നിരസിച്ചു. തുടർന്ന് വിവാഹാലോചനയുമായി വീട്ടുകാരെ സമീപിച്ചെങ്കിലും അവരും എതിർത്തു. ഇതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. 70% പൊള്ളലേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരമാണ്. ന്യൂസ് 18 കോട്ടയം.